നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ ലോകം നിൽക്കുമെന്നതാണ് ഇതുവരെ നിലനിന്നിരുന്ന ധാരണ. എന്നാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെ ആ ധാരണയെ ചോദ്യം ചെയ്യുകയാണ്. ഹോർമൂസ് അടഞ്ഞാലും എണ്ണ ഒഴുക്ക് നിർത്തില്ല. ഇതാണ് അവർ മുന്നോട്ട് വെക്കുന്ന പുതിയ സന്ദേശം. യുദ്ധഭീഷണികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഇറാനും US-ഉം തമ്മിലുള്ള സംഘർഷം ശക്തമാകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പ്ലാൻ ബി എന്ന പേരിൽ പുതിയ എണ്ണ കയറ്റുമതി മാർഗങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ലോകത്തിന് ആശ്വാസമാകുമോ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ മുന്നറിയിപ്പോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. മേഖലയിലെ സുരക്ഷാ ഭീഷണികളും ഗതാഗത തടസ്സങ്ങളും കണക്കിലെടുത്ത് പൈപ്പ് ലൈനുകളും പുതിയ കരമാർഗങ്ങളും വഴി എണ്ണ പുറത്തെത്തിക്കാനാണ് UAE-യും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ വഴിയായിരുന്നു ഹോർമൂസ്. ലോക എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ഇവിടെ കൂടി കടന്നുപോയിരുന്നു. അതായത് ഈ കടലെടുക്ക് ഏതെങ്കിലും കാരണവശാൽ അടഞ്ഞു പോയാൽ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ ഇല്ലാതാകും. ഇറാൻ പലപ്പോഴും ഈ പ്രദേശത്തെ ഒരു സ്ട്രാറ്റജിക് ആയുധം പോലെ ഉപയോഗിക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഹോർമൂസിനെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറാൻ ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്നതല്ല. ഇതിന്റെ ഭാഗമായാണ് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും മുന്നിൽ നിന്ന് പുതിയ പൈപ്പ് ലൈൻ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. സൗദിയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ കിഴക്കൻ എണ്ണപ്പാടങ്ങളിൽ നിന്ന് റെഡ് സീ തീരത്തുള്ള യാമ്പു തുറമുഖത്തേക്ക് എണ്ണ എത്തിക്കുന്നതാണ്. അതുപോലെ UAE-യുടെ ഹബിഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കി നേരിട്ട് അറബിക്കടലിലേക്ക് എത്തിക്കുന്നു. ഇതോടൊപ്പം ഇറാഖ് ടർക്കി പൈപ്പ് ലൈൻ, ഭാവിയിലെ ഇറാഖ് ജോർദാൻ, ഇറാഖ് ഒമാൻ പദ്ധതികൾ എന്നിവയും പരിഗണനയിലുണ്ട്. ഇതെല്ലാം ചേർന്ന് ഹോർമൂസിന് പകരം ഒരു വലിയ ബദൽ നെറ്റ്വർക്ക് സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നിർണായകമായ ചോദ്യം ഉയരുന്നു. ഈ മാർഗങ്ങൾ യഥാർത്ഥത്തിൽ ഹോർമൂസിന് പകരം വെക്കാൻ കഴിയുമോ? കണക്കുകൾ നോക്കുമ്പോൾ അതിന് വ്യക്തമായ ഇല്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ഹോർമൂസ് വഴി ദിവസേന കടന്നു പോകുന്ന ഏകദേശം 20 മില്യൺ ബാരൽ എണ്ണയെ അപേക്ഷിച്ച് ഈ ബദൽ മാർഗങ്ങൾ ചേർന്നാൽ പരമാവധി പകുതിയോളം മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അതായത് വലിയൊരു വിതരണ വിടവ് തുടരുമെന്നത് ഉറപ്പാണ്. ഇതോടൊപ്പം സുരക്ഷാ പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. ഫുജൈറ തുറമുഖം ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ്. റെഡ് സീ മേഖലയിലെ ഹൂതി ആക്രമണങ്ങൾ ഇതിനകം തന്നെ ഭീഷണിയാണ്. പുതിയ മാർഗങ്ങൾ തുറന്നാലും അവയും യുദ്ധത്തിന്റെ നിഴലിൽ തന്നെയാണ്. അതിനാൽ പ്ലാൻ ബി ഉണ്ടെങ്കിലും അത് റിസ്ക് ഫ്രീ സൊല്യൂഷൻ അല്ല. ഇതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ്. ആദ്യം ബാധിക്കുന്നത് എണ്ണ വിലയാണ്. വിതരണം കുറയുമ്പോൾ വില ഉയരും. അതിന്റെ ആഘാതം ഇന്ധന വില മുതൽ ഭക്ഷ്യവില വരെ വ്യാപിക്കും. തുടർന്ന് സാമ്പത്തിക രംഗത്ത് വലിയ അസ്ഥിരതയുണ്ടാകും. ഗതാഗത ചെലവും ഇൻഷുറൻസ് ചെലവും ഉയർന്നതിനാൽ ആഗോള വ്യാപാരത്തിനും തിരിച്ചടിയുണ്ടാകും. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പ്രധാനമായും ഈ മേഖലയെ ആശ്രയിച്ചാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളുടെ ഈ നീക്കം പൂർണ്ണമായും നെഗറ്റീവ് എന്ന രീതിയിൽ കാണാനുമാകില്ല. ദീർഘകാലത്തിൽ ഇതൊരു തന്ത്രപരമായ മാറ്റമാണ്. ഒരു വഴിയിലേക്കുള്ള ആശ്രയം കുറയ്ക്കുക, വിതരണ ശൃംഖല വൈവിധ്യമാക്കുക, ഊർജ്ജ സുരക്ഷ വർദ്ധിപ്പിക്കുക, ഇവയെല്ലാം പോസിറ്റീവ് ഘടകങ്ങളാണ്. പക്ഷേ അതിന്റെ പരിധികളും വ്യക്തമാണ്. ശേഷിക്കുറവ്, സുരക്ഷാ ഭീഷണി, ഉയർന്ന നിക്ഷേപ ചെലവ് ഇവയെല്ലാം ഈ പദ്ധതിയുടെ ദൗർബല്യങ്ങളായി തുടരും. ഹോർമൂസിനെ മറികടക്കാനുള്ള ഈ ശ്രമം ഒരു പരിഹാരം എന്നതിലുപരി ഒരു അടിയന്തര മറുപടി മാത്രമാണ്. ലോകം ഇപ്പോൾ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു വഴിയെ ആശ്രയിക്കാതെ നിരവധി വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന യാഥാർത്ഥ്യം. പക്ഷേ ആ വഴികളെല്ലാം സുരക്ഷിതമാണോ എന്നത് ഇന്നും വലിയ ചോദ്യമാണ്. കാരണം എണ്ണയുടെ ഒഴുക്ക് ഒരു സാമ്പത്തിക വിഷയം മാത്രമല്ല, അതൊരു ജിയോപൊളിറ്റിക്കൽ ശക്തിയുടെ പ്രകടനം കൂടിയാണ്. അത് എവിടെ തടസ്സപ്പെടുന്നുവോ അവിടെയാണ് ലോകത്തിന്റെ ശക്തി സമവാക്യം തന്നെ മാറുന്നത്.